ഹലോ, ഒരുപാടായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് ബിസി ആയിപ്പോയി. കുറച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നബിദിനത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബിദിനത്തിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്ന സമയത്ത് നമ്മളെ ഫ്ലീറ്റിനായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫ്ലീറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന്. പിന്നെ വേറൊരു വണ്ടി അറേഞ്ച് ചെയ്ത്, നമ്മളൊരു സ്വന്തം വണ്ടി പോലെ തന്നെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വണ്ടി സ്വന്തം വണ്ടി എടുത്ത്, ഇത് ഹുണ്ടായിൻ്റെ ഓറ പുതിയ വണ്ടിയാണ്. 2014 മോഡൽ, 2025 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തു വെച്ച സമയത്ത് നമ്മൾ ഐഫോണ് പണി വന്ന് കംപ്ലൈൻ്റ് ആയി. പിന്നെ അതിനുശേഷം ഞാൻ അതിക്ക് കോൺസെൻട്രേഷൻ ചെയ്തില്ല. കാരണം അനിയത്തിൻ്റെ കല്യാണം പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ കുറേ ബിസിയിലും ഇതിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞാനിപ്പം ബാംഗ്ലൂരിൽ എത്തി ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. കുറേ ആയി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ നടന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഊബറിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും വിളിക്കുന്നുണ്ട്, എന്താ വീഡിയോ ആവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും എൻ്റെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാവരും, എന്തുകൊണ്ട് വീഡിയോ ചെയ്യണില്ല, ഒരുപാടായല്ലോ, എന്താണ് കാര്യം, എന്ത് പറ്റിയെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റലില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് വണ്ടിയിൽ നിന്ന്, ഭയങ്കര ചൂടെടുത്തപ്പം. ഒരു മിനിറ്റ്. അപ്പോൾ കുറേ ആൾക്കാർ ഊബറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ എന്താ ഇപ്പം വീഡിയോ ചെയ്യാത്ത, ഞങ്ങൾ ഫുള്ള് വീഡിയോ കണ്ട് അടുത്ത എപ്പിസോഡിന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ, എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആക്ച്വലി ഇപ്പം ഞാൻ സ്വന്തം വണ്ടി പോലെ ആയി. ഞാൻ കമ്പനിയിൽ നിന്നൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഈ വണ്ടിയായിട്ട് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുക, ഇഷ്ടമുള്ള ആപ്പിൽ നമുക്ക് ഓടാം, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ, എനിക്ക് ഇൻട്രസിറ്റി ഒക്കെ ഓപ്പൺ ആയിട്ടോ, ഇൻട്രസിറ്റിയും റെൻ്റൽ ഹവറൊക്കെ എനിക്ക് ഓപ്പണായി. ഞാൻ അങ്ങനെ ഓടിയതുകൊണ്ട് ഓപ്പണായി, അതൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇൻട്രസിറ്റി ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ കിട്ടി. പിന്നെ ഒരു വലുത് കിട്ടി, 5000 രൂപേൻ്റെ. അത് ശരിക്കും ഊട്ടിയിലേക്കായിരുന്നു. ഞാൻ അപ്പം കാര്യമായിട്ട് ഈ വീഡിയോയിൽ വന്നത് അതിനാണ്. ഊട്ടിയിലേക്കായിരുന്നു. ഊട്ടിയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ബാംഗ്ലൂരത്തെ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ഒരു അച്ഛന്, ഒരു അമ്മ, ഒരു ഭാര്യ, ഒരു ഹസ്ബൻഡും, ഒരു കൊച്ചുണ്ട് ചെറിയ. അപ്പോൾ അവർ 1 വീക്ക് പ്ലാനാണ് അവരുടെ അടുത്ത്. അതായത് ഊട്ടിയിൽ 2 ദിവസം, പിന്നെ മധുരയിൽ 1 ദിവസം, പിന്നെ അവിടെ നിന്ന് നേരെ രാമേശ്വരത്ത് 1 ദിവസം, അത് കഴിഞ്ഞിട്ട് ധനുഷ്കോടി പോയിട്ട് തിരിച്ച് നേരെ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാന്നുള്ളതായിരുന്നു അവരുടെ പ്ലാന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ നിങ്ങളെങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ ഇതന്നെ ടാക്സിയിൽ അങ്ങനെ പോകണം, അവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകണം എന്ന് പറയുമ്പോൾ പറഞ്ഞ്, ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്, ഊബറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഞാൻ റേറ്റ് പറയാം, നമുക്ക് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റൈറ്റും കാര്യങ്ങളും അതിൻ്റെ പേഴ്സണലായിട്ട് എടുക്കേണ്ട കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇങ്ങനത്തെ ട്രിപ്പ് ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. നിൻ്റെ നമ്പർ കിട്ടാൻ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാവും, എൻ്റെ പഴയ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ബാംഗ്ലൂരിൽ നിന്ന്, കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ 17-ാം തീയതി പോകുന്നതാണ്. 18-ാം തീയതി പുലർച്ചയ്ക്ക് പോകുന്നതാണ് 3 മണിക്ക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് രാമേശ്വരത്താണ്. നമ്മൾ ആക്ച്വലി ഊട്ടിയിൽ 1 ദിവസം നിന്നിട്ടുള്ളൂ. കാരണം ഊട്ടിയിൽ അവർക്ക് ഞാൻ മാക്സിമം സൈഡ് സീയിങ് സ്പീഡാക്കിയിട്ട് തന്നെ 1 ദിവസം തന്നെ നമ്മൾ മാക്സിമം റിസ്ക് എടുത്തിട്ട് അവർക്ക്, കാരണം ഞാൻ ഓൾറെഡി മറ്റേ ടൂർ ഗൈഡൊക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി ഒരുപാട് സ്ഥലങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളും, എവിടെ എപ്പോഴും എങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പിറ്റേ ദിവസം അതുപോലെ തന്നെ രാവിലെ എണീറ്റ്, രാത്രി അവരെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ. അങ്ങനെ അതൊക്കെ ചെയ്ത് തിരിച്ച് വീണ്ടും ഞങ്ങൾ അന്ന് തന്നെ 2-3 സ്ഥലം കൂടി കവർ ചെയ്തിട്ട് ഉച്ചക്ക് ഒരു 2 മണി, ആ സമയം 2 മണിയല്ല 5 മണി ആയിട്ടുണ്ട്, ഈവനിങ് ഒരു 5 മണിയായിട്ട് മാക്സിമം ഞാൻ അവരവിടെ ഊട്ടിയിൽ മാക്സിമം ആ ദിവസം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു.
അങ്ങനെ 5 മണിക്ക് ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ രാത്രി ഒരു 10 മണിക്ക് ഇവിടെ എത്തി, മധുരയിലെത്തി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ കുറേ ഏതോ ഒരു പാലസും പിന്നെ മധുരയിലെ ആ ടെമ്പിളും കണ്ടിട്ട് അവിടുന്ന് നേരെ ഇപ്പം രാമേശ്വരത്ത് വന്നിട്ട് രാമേശ്വരത്ത് ഇപ്പോൾ കുറച്ച് നേരമായി എത്തിയിട്ട് രാമേശ്വരത്ത് ഇരിക്കുകയാണ്. ഞാനിപ്പോൾ വണ്ടി പാർക്കിംഗ് സ്ഥലമില്ല, ഞാൻ റോഡ് സൈഡിൽ വന്ന് ഇരിക്കുക. അവിടുന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഫുഡ് ഇവിടെ 7 മണി കഴിയും, രാത്രി നൈറ്റിൽ 7 മണി കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അവിടെ കുറേ കടയിൽ പോയി എല്ലായിടത്തും 7 മണിക്ക് ശേഷം ഫുഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം അവരവിടെ റൂമിലാണ്. അവർക്ക് ഇന്നിപ്പം നൈറ്റിൽ കറക്കൊന്നും ഉണ്ടാവുമൊന്നുമില്ല. അവർ റെസ്റ്റ് എടുക്കായിരിക്കും മേ ബി. കാരണം നമ്മളെ പ്ലാനിങ് അത്രയും അവരെ പ്ലാനിങ് പക്ക കറക്റ്റ് അല്ലായിരുന്നു. അവർ ടൂറൊക്കെ ഒരുപാട് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ഇനി അടുത്ത, കാരണം ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കും കൂടെ എന്തെങ്കിലും ഒരു ലാഭമുള്ളതല്ലേ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടുന്ന് നേരെ കൊടൈക്കനാലിൽ നിന്ന് ചിലപ്പോൾ ഞാൻ കൊടൈക്കനാൽ സ്കിപ്പ് ചെയ്യിപ്പിക്കും അവരെ കൊണ്ട്. മാക്സിമം കേരളത്തിൽ ഞാൻ അവരെ കൊണ്ട് കറക്കിയുള്ള പരിപാടിയിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ബാംഗ്ലൂർ ഭയങ്കര ഡൗൺ ആണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ദീപാവലിൻ്റെ ഇതായതുകൊണ്ട് തന്നെ. അപ്പം ആക്ച്വലി ഞാൻ ഈ ഫസ്റ്റ് ഒറ്റ ദിവസത്തേക്കുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഊട്ടിയിൽ അവരെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനുള്ളതാണ് നമുക്ക് ഇൻ്റർസിറ്റി ട്രിപ്പ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇട്ട ഡ്രസ്സ് ഒരു ടീഷർട്ടും ഒരു പാൻറ്റും മാത്രമേ ഉള്ളായിരുന്നു, വേറൊരു സാധനവും ഇല്ല. ഇതിപ്പോൾ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇന്നലെ 2 ടീഷർട്ട് മേടിക്കേണ്ടി വന്ന്. അവർ താമസിച്ച റിസോർട്ടിൽ നിന്ന് ഒരു ബ്രഷ് കിട്ടി, ഒരു പേസ്റ്റ് അവർ തന്ന്. വണ്ടിയിലാണ് ഞാൻ കിടന്നുറങ്ങണത്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കുറേ എക്സ്പെൻസുകളും ഉണ്ട് കേട്ടോ, അതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് കേരളം പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞ്. അപ്പം നാളെ ഇനിയിപ്പോൾ ഇവിടുന്ന് ധനുഷ്കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഞാൻ പ്ലാൻ ചെയ്തേക്കണ കന്യാകുമാരി വരെ കേരളം അങ്ങനെ പിടിച്ചിട്ട് അവിടെയൊക്കെ കാണേണ്ട ഏതൊക്കെ സ്ഥലങ്ങളെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയി ആക്കി എത്ര ദിവസം ആവണോ അത്രയും ദിവസം എടുത്തിട്ട് നേരെ അവിടുന്ന് വയനാട് വഴി ബാംഗ്ലൂരിലേക്ക് കയറാനുള്ളതാണ് എൻ്റെ പ്ലാന്. അവിടുന്ന് വയനാട് നിന്ന് അവരിങ്ങനെ ഒരു ചെറിയ പ്ലാൻ പറയുന്നുണ്ട്, കൊടകും കൂർഗും ഒക്കെ. ചിലപ്പോൾ അവിടെയും കൊണ്ടുപോയിട്ടൊക്കെ ഞാൻ അങ്ങനെ പോവുള്ളൂ. അപ്പോൾ ആക്ച്വലി അതാണ്, ഞാൻ ഇപ്പം രാമേശ്വരത്താണ് നിൽക്കുന്നത്. എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനോ ആവാനോ എനിക്ക് അതിൻ്റെ മൂഡൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ചിലപ്പോൾ മേ ബി നമ്മൾ ധനുഷ്കോടി പോണതും ധനുഷ്കോടിയത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കണോണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയുമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ അവരെ കയ്യിലൊരു ഐഫോൺ ഉണ്ട്, ഞാൻ അത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ട്രാവലിംഗ് വീഡിയോ പോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഇതുവരെ തന്നതുപോലെ തന്നെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് ഉണ്ടാവണം. പിന്നെ ഊബറിൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ആയിട്ട് ചെയ്യും എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഞാൻ രാമേശ്വരം സെൻട്രലാണുള്ളത്. നാളെ ഇവിടുത്തെ ടെമ്പിൾ രാവിലെ തന്നെ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് നേരെ ധനുഷ്കോടി പോകാനുള്ള പരിപാടിയാണ്. അവിടെ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് കേരളത്തേക്ക് പോവും. പിന്നെ ചിലപ്പം പ്ലാനിങ് ഇവിടെ നിന്ന് തിരിച്ച് കൊടൈക്കനാൽ പോയിട്ട്, കൊടൈക്കനാലിൽ നിന്ന് അത് ഭയങ്കര ലോങ്ങാണ് ഓടാൻ. കൊടൈക്കനാൽ പോയിട്ട് കൊടൈക്കനാലിൽ നിന്ന് അങ്ങനെ മൂന്നാർ, ഇടുക്കി വഴി അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ തേനി വഴിയൊക്കെ, കമ്പം തേനി വഴിയൊക്കെ അങ്ങനെ പോകാനൊക്കെ ആണ് മനസ്സിലുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കേരളം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒന്നും കൂടെ ബെറ്റർ കേരളത്തിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ കേരളം ഞാൻ ചൂസ് ചെയ്ത്. അപ്പോൾ എന്തായാലും കാണാം, എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവരും കൂടെ വേണം. നമുക്കുള്ള മുന്നോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ധനുഷ്കോടി അതായത് എൻ്റെ ഡ്രീം പ്ലേസിൽ 3ാമത് കിടക്കുന്ന ഒരു പ്ലേസാണ്. അതായത് ഫസ്റ്റ് കിടക്കുന്ന പ്ലേസ് ലക്ഷദ്വീപ്, 2ാമത് കാശ്മീർ, 3ാമത് കിടക്കുന്ന ധനുഷ്കോടി. ഈ കാശ്മീരിലേക്കും ഞാൻ 2-3 തവണ പോകാൻ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ലക്ഷദ്വീപിലേക്കും ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഈ PCCക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് PCC കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ധനുഷ്കോടിലേക്കും ഞാൻ കുറേ തവണ വരാം. ഇത്തവണ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് തന്നെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ആ സമയത്ത് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടും ഒറ്റയ്ക്ക് ബൈക്ക് ട്രിപ്പ് പോകാൻ കഴിയാഞ്ഞിട്ടും എനിക്ക് അതങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ അൺഎക്സ്പെക്റ്റഡ്ലി ഞാനിപ്പോഴാണ് ഇവിടെ എത്തിപ്പെടേണ്ടതായിട്ടുള്ള സമയം.
അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തി. എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അവിടെ പോയി ധനുഷ്കോടി അരിശുൽമുനൊക്കെ കണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ട്രിപ്പ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതെന്നും ഈ ടൂർ പാക്കേജ് കാര്യങ്ങൾ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള ഒക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചോളി. ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഐറ്റിനറി പ്ലാനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും. കാരണം ഞാൻ ഒരു 3-4 വർഷത്തോളം ഞാൻ ഈ ഒരു ട്രാവൽ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്ത ആളാണ്. സ്വന്തമായിട്ട് ടൂർ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഒന്ന് കുറച്ചൊന്ന് ഡൗൺ ആയതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ബാംഗ്ലൂരിലുള്ള ഫാമിലീസ്, മലയാളീസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇതുപോലെ തന്നെ ട്രിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഞാൻ വണ്ടിയൊക്കെ കാണിച്ചില്ല. വണ്ടി 2024 മോഡല്, 2025 രജിസ്ട്രേഷൻ, ഹുണ്ടായിൻ്റെ ഓറ എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മളെ വണ്ടി സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് AC നമ്മളെ വണ്ടി ഓടുള്ളൂ. ഇതാണ് നമ്മളെ വണ്ടി. എനിക്ക് ബാക്ക് ക്യാമറ ആക്കാൻ പറ്റുന്നില്ല, അതാ. സെഡാൻ വണ്ടിയാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇപ്പം ഇത്രയും ഓടി വന്നതുകൊണ്ട് കുറച്ചൊരു വൃത്തിഹീനമായി കിടക്കുകയാണ്. ബിക്കോസ് നമുക്ക് ക്ലീനിങ്ങിനൊന്നും ഒരു സ്ഥലമോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഊട്ടിയിൽ നിന്ന് ഞാൻ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. കാരണം റോഡ് സൈഡിൽ അവിടെയും ഇവിടെയൊക്കെയാണ് കിടന്നുറങ്ങിയതായതൊക്കെ. അപ്പോൾ ഓക്കെ, എന്തുണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. നാളെ മുതൽ നമുക്കൊരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ പോലെ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ ഒരു സംഭവം കാണാം. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും വേണം.